കാരണം അമേരിക്ക സംബന്ധിച്ച് ലോകത്തെല്ലായിടത്തും ലോക പോലീസ് എല്ലായിടത്തും ബോംബിങ്ങും പരിപാടിയും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു പോയിന്റ്, എന്തുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിന് ഈ ഫൈറ്ററിന്റെ സോഴ്സ് കോഡ് കൊടുക്കുന്നത്? കാരണം ലോകത്തിലെ ഏറ്റവും നല്ല ഏവിയേഷൻ ഫൈറ്റർ പൈലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെയാണ്. ഇപ്പൊ F-16 ഏറ്റവും കൂടുതൽ അമേരിക്കയെക്കാളിലും ഈ കഴിഞ്ഞ 10-15 വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇസ്രായേലാണ്, അവർ ബോംബിങ്ങിന്റെ സംഭവങ്ങളൊക്കെ. അപ്പൊ F-16 ചരിത്രത്തിൽ അതിൻ്റെ അകത്ത് 800-ൽ പരം ഗ്ലിച്ചസ് ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ. അത് റെക്ടിഫൈ ചെയ്ത് അവർക്ക് സോഴ്സ് കോഡ് കൊടുത്ത് റെക്ടിഫൈ ചെയ്ത് അമേരിക്കൻ കമ്പനിയോട് ലോക്ഹീഡ് മാർട്ടിനോട് പറഞ്ഞ് അതിനെ അവർ അപ്ഗ്രേഡ് ചെയ്തു. അതാണ് ഈ ഇസ്രായേലി ഏവിയേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നോവേറ്റീവാണ്, അത് നിരന്തരമായിട്ട് അവർ ഫ്ലൈ ചെയ്യും, എക്സ്പീരിയൻസ്ഡ് ആണ്. അതിനകത്ത് ഗ്ലിച്ചസ് ഉണ്ടെങ്കിൽ സോഴ്സ് കോഡ് കിട്ടിയിട്ടുണ്ട്. കാരണം F-35 പോലും സോഴ്സ് കോഡ് അമേരിക്ക ഒറ്റ രാജ്യത്തിനെ കൊടുത്തിട്ടുള്ളത് ഇസ്രായേലിനാണ്. അപ്പം ഈ ഇസ്രായേൽ ഇറാൻ വാർ, അതേപോലെ ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ ഹൂത്തി, ഇസ്രായേൽ ലെബനൻ, ഇസ്രായേൽ സിറിയ, ഇസ്രായേൽ യമൻ, ഇതിനകത്തെല്ലാം ഈ F-35 യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ഗ്ലിച്ചസും പരിപാടികളൊക്കെ പിടികിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇപ്പം തേജസ് കിട്ടി, തേജസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു, വാർ ഫ്രണ്ടിൽ പോയി അത് കറക്റ്റായിട്ട് സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഗ്ലിച്ചസ് എന്താണെന്ന് പിടികിട്ടത്തുള്ളൂ. അല്ലാതെ രാവിലെയും വൈകുന്നേരവും സോട്ടീസിലൊന്നും ഇതിൻ്റെ പ്രശ്നങ്ങൾ പിടികിട്ടത്തില്ല. അതാണ് പറഞ്ഞത്, ഒരു പീസ് ടൈമും വാർ ടൈമും ഭയങ്കര വ്യത്യാസമുണ്ട്. റഷ്യ ഏറ്റവും കൂടുതൽ പെട്ടുപോയത് അവർ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഈ പ്രോപ്പറായിട്ട് എവിടെ യൂസ് ചെയ്യാൻ അവർക്ക് സംഭവങ്ങളില്ല. അതതിൻ്റെ കാര്യം എന്ന് പറയുന്നത്.